ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് GT30 5G Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഇത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് GT30 5G Plus എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഇത് എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം ഇതേ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. അതിൽ MediaTek Dimensity 8300 Ultra എന്ന പ്രോസസ്സറാണ് വരുന്നത്. അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറല്ല, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വേറെയും കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ GT ഷോൾഡർ ട്രിഗേഴ്സ് വരുന്നുണ്ട്, അതായത് ഷോൾഡർ ബട്ടൺസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ ഗെയിമിങ്ങിലൊക്കെ ഈ ഷോൾഡർ ബട്ടൺസ് എക്സ്ട്രാ വരുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. പിന്നെ ഇത് ഗെയിമിങ്ങിൽ മാത്രമല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഇപ്പം ക്യാമറ ബട്ടണായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ BGMIയിലൊക്കെ 90 FPS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 6 ലെയർ 3D വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ LPDDR5X റാം വരുന്നുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ LPDDR5X റാം ഒന്നും ഉണ്ടാവാറില്ല, പക്ഷേ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. എന്നാലും ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്, അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഹൈറസ് ഓഡിയോ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ വളരെ കൂടിയ 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. പക്ഷേ 2160 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 93.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 4500 nits ആണ് വരുന്നത്. അതുപോലെ തന്നെ 2304 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. 1.5K റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 187 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 ആണ്. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ കുറച്ച് LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗെയിമിംഗ് ഫോണുകളിൽ പൊതുവേ ഫോണിൻ്റെ ബാക്കിൽ ഇതുപോലെ LED ലൈറ്റ് കാണാറുണ്ട്. അതുപോലത്തെ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഗെയിമിങ്ങിൽ മാത്രമല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കോളൊക്കെ വരുന്ന സമയത്ത് ലൈറ്റൊക്കെ കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ലൈറ്റ് കത്തുന്നതായിരിക്കും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലേഡ് വൈറ്റ്, അതുപോലെ തന്നെ സൈബർ ഗ്രീൻ, പൾസ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ Android 15 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ് ഇത്. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വേറെ ഡിവൈസുകൾ ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഒരു വയർ ഉപയോഗിച്ചിട്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 MP മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി IMX 682ൻ്റെ സെൻസറാണ്.
8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് എന്നുണ്ടെങ്കിലും തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 128 GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 19,499 രൂപയാണ്. 8 GB റാം 256 GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. ഓഗസ്റ്റ് 14 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫോണിൽ ട്രിഗർ ബട്ടൺസ് ഒക്കെ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ X7 Pro ഉണ്ട്. അതല്ല എക്സ്ട്രാ ഷോൾഡർ ബട്ടൺസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. അതുപോലെ തന്നെ ഇതിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഷോൾഡർ ബട്ടൺസ് ഉള്ള ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനൊക്കെ തന്നെയായിരിക്കും. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.